24/4/24 പ്രഭാതമുരളി അവ്യക്ത ബാബ്ദാദ റിവൈസ് 15/3/99 മധുബൻ. കർമാതീത അവസ്ഥയിൽ എത്തിച്ചേരുന്നതിനായി കൺട്രോളിംഗ് പവർ വർദ്ധിപ്പിക്കൂ. സ്വരാജ്യ അധികാരിയാകൂ. ഇന്ന് ബാബ്ദാദ 4 ഭാഗത്തുമുള്ള തൻ്റെ രാജവത്സരരും പരമാത്മാവിന് പ്രിയപ്പെട്ടവരുമായ കുട്ടികളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ പരമാത്മാ വാത്സല്യവും പരമാത്മാ സ്നേഹവും വളരെ കുറച്ച് കുട്ടികൾക്കാണ് പ്രാപ്തമാകുന്നത്. വളരെ കുറച്ചു പേരാണ് ഇങ്ങനെയുള്ള ഭാഗ്യത്തിൻ്റെ അധികാരി ആകുന്നത്. ഇങ്ങനെയുള്ള ഭാഗ്യവാന്മാരായ കുട്ടികളെ കണ്ട് ബാബ്ദാദയും ഹർഷിതമാകുന്നു. രാജവത്സലർ എന്നാൽ രാജാക്കന്മാരായ കുട്ടികൾ. അപ്പോൾ സ്വയം രാജാവാണ് എന്ന് മനസ്സിലാക്കുന്നുണ്ടോ? പേര് തന്നെ രാജയോഗി എന്നാണ്. രാജയോഗി എന്നാൽ രാജാക്കന്മാരായ കുട്ടികൾ. വർത്തമാന സമയത്തും രാജാവാണ്, ഭാവിയിലും രാജാവാണ്. തൻ്റെ ഡബിൾ രാജ്യപദം അനുഭവിക്കുന്നുണ്ടല്ലോ. സ്വയം നോക്കൂ, ഞാൻ രാജാവാണോ? സ്വരാജ്യ അധികാരിയാണോ? എല്ലാ രാജ്യ കാര്യവ്യവഹാരങ്ങളും താങ്കളുടെ ഓർഡറിൽ കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണോ? രാജാവിൻ്റെ വിശേഷത എന്താണ്? അത് അറിയുന്നുണ്ടല്ലോ. റൂളിംഗ് പവറും കൺട്രോളിംഗ് പവറും, 2 പവറും താങ്കളുടെ അടുക്കലുണ്ടോ? സ്വയം തന്നോട് ചോദിക്കൂ. രാജ്യ കാര്യവ്യവഹാരങ്ങൾ സദാ കൺട്രോളിൽ നടന്നുകൊണ്ടിരിക്കുകയാണോ? ബാബ്ദാദ ഇന്ന് കുട്ടികളുടെ കൺട്രോളിംഗ് പവറും റൂളിംഗ് പവറും ചെക്ക് ചെയ്യുകയായിരുന്നു. അപ്പോൾ പറയൂ, എന്തായിരിക്കും കണ്ടത്? ഓരോരുത്തരും അറിയുന്നുണ്ട്. ബാബ്ദാദ കണ്ടത് ഇതാണ്. ഇപ്പോഴും അഖണ്ഡ രാജ്യാധികാരം എല്ലാവർക്കുമില്ല. അഖണ്ഡം ഇടയ്ക്കിടയ്ക്ക് ഖണ്ഡിതമാകുന്നു. എന്തുകൊണ്ട്? സദാ സ്വരാജ്യത്തിന് പകരം പരരാജ്യം ഖണ്ഡിതമാക്കുന്നു. പരരാജ്യത്തിൻ്റെ അടയാളം ഇതാണ്. ഈ കർമ്മേന്ദ്രിയങ്ങൾ പരാധീനം, അതായത് അന്യമായതിന് വശപ്പെട്ടതാകുന്നു. മായയുടെ രാജ്യത്തിൻ്റെ പ്രഭാവം എന്നാൽ പരാധീനം ആവുക എന്നർത്ഥം. വർത്തമാന സമയത്ത് മൈനോറിറ്റി തൃപ്തികരമാണ്, എന്നാൽ മെജോറിറ്റിയും മായയുടെ വർത്തമാന സമയത്തെ വിശേഷ പ്രഭാവത്തിൽ വന്നു പോകുന്നു. എന്താണോ ആദി അനാദി സംസ്കാരമായത്, അതിൻ്റെ ഇടയിൽ മധ്യത്തിലെ, അതായത് ദ്വാപരം മുതൽ ഇപ്പോൾ വരെയുള്ള സംസ്കാരത്തിൻ്റെ പ്രഭാവത്തിൽ വന്നു പോകുന്നു. സ്വയം തൻ്റെ സംസ്കാരം തന്നെയാണ് സ്വരാജ്യത്തെ ഖണ്ഡിതമാക്കുന്നത്. അതിലും വിശേഷ സംസ്കാരം ഇതാണ്: വ്യർത്ഥം ചിന്തിക്കുന്നത്, വ്യർത്ഥമായി സമയം പാഴാക്കുന്നത്, വ്യർത്ഥമായ സംസാര പെരുമാറ്റ രീതികളിൽ വരുന്നത്, കേൾക്കുന്നതായാലും കേൾപ്പിക്കുന്നതായാലും. ഒരു ഭാഗത്ത് വ്യർത്ഥത്തിൻ്റെ സംസ്കാരവും മറുഭാഗത്ത് അലക്ഷ്യത്തിൻ്റെ സംസ്കാരവും ഭിന്ന ഭിന്ന റോയൽ രൂപത്തിൽ സ്വരാജ്യത്തെ ഖണ്ഡിതമാക്കുന്നു. പല കുട്ടികളും പറയുന്നു, സമയം സമീപം വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഏതൊരു സംസ്കാരം തുടക്കത്തിൽ എമർജ് അല്ലായിരുന്നോ, അത് ഇപ്പോൾ പലപ്പോഴും എമർജായിക്കൊണ്ടിരിക്കുന്നു. വായുമണ്ഡലത്തിൽ സംസ്കാരം പിന്നെയും എമർജായിക്കൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ കാരണം എന്താണ്? ഇത് മായയുടെ യുദ്ധത്തിൻ്റെ ഒരു ഉപാധിയാണ്. മായ ഇതിലൂടെ തൻ്റേതാക്കി മാറ്റി പരമാത്മാവിൻ്റെ മാർഗത്തോട് നിരാശരാക്കി മാറ്റുന്നു. ഇങ്ങനെ ചിന്തിക്കുന്നു, ഇപ്പോൾ വരെയും ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ സമാനതയുടെ സഫലത ലഭിക്കുമോ അതോ ഇല്ലയോ എന്നറിയില്ല. ഏതെങ്കിലും കാര്യത്തിൽ എവിടെ ദൗർബല്യമുണ്ടായിരിക്കുമോ ആ ദൗർബല്യത്തിൻ്റെ രൂപത്തിൽ മായ നിരാശമാക്കുവാൻ ശ്രമിക്കുന്നു. വളരെ നന്നായി നടന്നുകൊണ്ടിരിക്കവേ ഏതെങ്കിലും കാര്യത്തിൽ മായ സംസ്കാരത്തിന്മേൽ അറ്റാക്ക് ചെയ്ത് പഴയ സംസ്കാരം എമർജ് ചെയ്യുന്നതിൻ്റെ രൂപം വെച്ച് നിരാശമാക്കാൻ ശ്രമിക്കുന്നു. ലാസ്റ്റിൽ എല്ലാ സംസ്കാരങ്ങളും സമാപ്തമാകേണ്ടതുണ്ട്.
അതിനാൽ ഇടയ്ക്കിടയ്ക്ക് അവശേഷിക്കുന്ന സംസ്കാരം എമർജാകുന്നു. എന്നാൽ ബാബ്ദാദ ഭാഗ്യശാലി കുട്ടികളായ നിങ്ങൾക്കേവർക്കും സൂചന നൽകുകയാണ്. ഭയപ്പെടാതിരിക്കൂ. മായയുടെ രീതികൾ മനസ്സിലാക്കൂ. ആലസ്യവും വ്യർത്ഥവും ഇതിൽ നെഗറ്റീവും ഉൾപ്പെടുന്നു. ഈ 2 കാര്യങ്ങളുടെ മേൽ വിശേഷ അറ്റൻഷൻ വയ്ക്കൂ. വർത്തമാന സമയത്ത് ഇത് മായയുടെ യുദ്ധം ചെയ്യുന്നതിൻ്റെ ഉപാധിയാണ് എന്ന് മനസ്സിലാക്കൂ. ബാബയുടെ കൂട്ടുകെട്ടിൻ്റെ അനുഭവം, കമ്പൈൻഡ് അവസ്ഥയുടെ അനുഭവം എമർജ് ചെയ്യൂ. ബാബ എൻ്റേതു തന്നെയാണ്, കൂടെ തന്നെ ഉണ്ട് എന്നത് പോരാ. കൂടെ ഉള്ളതിൻ്റെ പ്രാക്ടിക്കൽ അനുഭവം എമർജാകണം. അപ്പോൾ ഈ മായയുടെ യുദ്ധമായിരിക്കില്ല. മായ തോറ്റുപോകും. ഇത് മായയുടെ തോൽവിയാണ്, യുദ്ധമല്ല. എന്ത് സംഭവിച്ചു, എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് കേവലം ഭയപ്പെടാതിരിക്കൂ. ധൈര്യം വയ്ക്കൂ. ബാബയുടെ കൂട്ടുകെട്ടിനെ സ്മൃതിയിൽ വയ്ക്കൂ. പരിശോധിക്കൂ, ബാബയുടെ കൂട്ടുകെട്ടുണ്ടോ? കൂട്ടുകെട്ടിൻ്റെ അനുഭവം മെർജ് രൂപത്തിലല്ലല്ലോ. ബാബ കൂടെയുണ്ട് എന്ന നോളജുണ്ട്. നോളജിനോടൊപ്പം ബാബയുടെ പവർ എന്താണ്? ഓൾമൈറ്റി അതോറിറ്റിയാണ്. അപ്പോൾ സർവശക്തികളുടെയും പവർ എമർജ് രൂപത്തിൽ അനുഭവിക്കൂ. ഇതിനെയാണ് ബാബയുടെ കൂട്ടുകെട്ടിൻ്റെ അനുഭവം ഉണ്ടാവുക എന്ന് പറയുന്നത്. അലക്ഷ്യരാകാതിരിക്കൂ. ബാബയല്ലാതെ മറ്റാരാണുള്ളത്? ബാബ തന്നെയാണുള്ളത്. ബാബ മാത്രമാണുള്ളത് എന്നിരിക്കെ ആ പവറുണ്ടോ? ലോകത്തുള്ളവരോട് പറയാറുണ്ടല്ലോ, അഥവാ പരമാത്മാവ് വ്യാപകമാണ് എങ്കിൽ പരമാത്മാവിൻ്റെ ഗുണം അനുഭവപ്പെടേണ്ടതാണ്, കാണപ്പെടേണ്ടതാണ് എന്നെല്ലാം. ബാബ്ദാദയും താങ്കളോട് ചോദിക്കുകയാണ്, അഥവാ ബാബ കൂടെയുണ്ടെങ്കിൽ, കമ്പൈൻഡ് ആണ് എങ്കിൽ ആ പവർ ഓരോ കർമ്മത്തിലും അനുഭവപ്പെടുന്നുണ്ടോ? മറ്റുള്ളവർക്കും അനുഭവം ഉണ്ടാകുന്നുണ്ടോ? എന്ത് മനസ്സിലാക്കുന്നു? ഡബിൾ ഫോറിനേഴ്സ് എന്ത് മനസ്സിലാക്കുന്നു? പവർ ഉണ്ടോ? സദാ ഉണ്ടോ? ആദ്യത്തെ ചോദ്യത്തിൽ എല്ലാവരും അതെ എന്ന് പറയുന്നു. പിന്നെ എപ്പോഴാണോ രണ്ടാമത്തെ ചോദ്യം വരുന്നത്, സദാ ഉണ്ടോ എന്നത്, അപ്പോൾ ചിന്തയിൽ ആണ്ടുപോകുന്നു. എങ്കിൽ അഖണ്ഡം ആയില്ലല്ലോ. താങ്കൾ എന്താണ് ചലഞ്ച് ചെയ്യുന്നത്? അഖണ്ഡ രാജ്യം സ്ഥാപിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാണോ? ഖണ്ഡിത രാജ്യം സ്ഥാപിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണോ? എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അഖണ്ഡമാണല്ലോ. ടീച്ചേഴ്സ് പറയൂ, അഖണ്ഡമാണോ? എങ്കിൽ ഇപ്പോൾ ചെക്ക് ചെയ്യൂ, അഖണ്ഡ സ്വരാജ്യമുണ്ടോ? രാജ്യം, അതായത് പ്രാപ്തി, സദാകാലത്തേക്കുള്ളത് നേടണമോ? അതോ ഇടയ്ക്കിടയ്ക്ക് കട്ടായാലും സാരമില്ല എന്നാണോ? ഇങ്ങനെയാണോ ആഗ്രഹിക്കുന്നത്? നേടുന്ന കാര്യത്തിൽ സദാ വേണം. പുരുഷാർത്ഥത്തിൽ ഇടയ്ക്കിടയ്ക്കാണ് നടക്കുന്നത്. ഇങ്ങനെയാണോ? ഫോറിനേഴ്സിനോട് പറഞ്ഞിരുന്നല്ലോ, തൻ്റെ ജീവിതത്തിൻ്റെ ഡിക്ഷണറിയിൽ നിന്നും സം ടൈം, സംതിങ് എന്ന വാക്കുകൾ മാറ്റൂ എന്ന്. ഇപ്പോൾ സം ടൈം എന്നത് ഇല്ലാതായോ? ജയന്തി പറയൂ, റിസൾട്ട് നൽകുമല്ലോ. സം ടൈം ഇല്ലാതായോ? സം ടൈം എന്ന വാക്ക് സദാകാലത്തേക്ക് സമാപ്തമായി എന്ന് ആര് മനസ്സിലാക്കുന്നുവോ അവർ കൈ ഉയർത്തു. ഇല്ലാതായി കഴിഞ്ഞുവോ അതോ ഇല്ലാതാകുമോ? കൈ നീട്ടി ഉയർത്തു. വദനത്തിലെ TV-യിൽ താങ്കൾ ഏവരുടെയും കൈ വന്നു. ഇവിടെയുള്ള TV-യിൽ എല്ലാവരുടേതും വരുന്നില്ല. ഇത് കലിയുഗി TV ആണല്ലോ. അവിടെ മാന്ത്രിക TV ആണ്, അതിനാൽ വരുന്നു. വളരെ നല്ലത്. ഏതായാലും ധാരാളം പേർ ഉയർത്തി. അവർക്ക് സദാകാലത്തേക്കുള്ള ആശംസകൾ. ശരി, ഇപ്പോൾ ഭാരതവാസികളിൽ ആർക്കാണോ പ്രാക്ടിക്കലിൽ സദാകാലത്തേക്കുള്ള സ്വരാജ്യമുള്ളത്, സർവകർമ്മേന്ദ്രിയങ്ങളും ലോ ആൻഡ് ഓർഡറിൽ ആയിരിക്കുന്നത്, അവർ കൈ ഉയർത്തു. നന്നായി കൈ ഉയർത്തണം, ദുർബലമായല്ല. സദാ ഓർമ്മ വയ്ക്കണം, സഭയിൽ കൈ ഉയർത്തിയിരിക്കുകയാണ്. പിന്നീട് ബാബ്ദാദയോട് വളരെ മധുരമധുരമായി സംസാരിക്കുന്നു. പറയുന്നു, ബാബ, അങ്ങേക്കറിയാമല്ലോ, ഇടയ്ക്കിടയ്ക്ക് മായ വന്നു പോകുന്നു.
അപ്പോൾ തൻ്റെ കൈയുടെ മാനം കാക്കണം. നല്ലതാണ്. ഏതായാലും ധൈര്യം വെച്ചു. അപ്പോൾ ധൈര്യം കൈവിടരുത്. ധൈര്യത്തിന്മേൽ ബാബ്ദാദയുടെ സഹായം ഉണ്ടായിരിക്കുക തന്നെ ചെയ്യുന്നു. ഇന്ന് ബാബ്ദാദ കണ്ടത് ഇതാണ്. വർത്തമാന സമയമനുസരിച്ച് തൻ്റെ മേലും ഓരോ കർമ്മേന്ദ്രിയങ്ങളുടെ മേലും, അതായത് സ്വയം തന്നെ പ്രതി ഏതൊരു കൺട്രോളിംഗ് പവറാണോ ഉണ്ടായിരിക്കേണ്ടത് അത് കുറവാണ്. അത് ഇനിയും കൂടുതൽ ആവശ്യമാണ്. ബാബ്ദാദ കുട്ടികളുടെ ആത്മീയ സംഭാഷണം കേട്ട് പുഞ്ചിരിക്കുകയായിരുന്നു. കുട്ടികൾ പറയുന്നു, 4 മണിക്കൂർ പവർഫുൾ ഓർമ്മ ഉണ്ടാകുന്നില്ല. ബാബ്ദാദ 8 മണിക്കൂറിൽ നിന്നും 4 മണിക്കൂറാക്കി. കുട്ടികൾ പറയുന്നു 2 മണിക്കൂർ നല്ലതാണെന്ന്. എങ്കിൽ പറയൂ, കൺട്രോളിംഗ് പവർ ആയോ? ഇപ്പോൾ മുതൽ ഈ അഭ്യാസം ഉണ്ടായിരിക്കുകയില്ലെങ്കിൽ സമയത്തിന് പാസ് വിത്ത് ഓണറും രാജ്യാധികാരിയും എങ്ങനെയാകുവാൻ സാധിക്കും? ആകണമല്ലോ. കുട്ടികൾ ചിരിക്കുന്നു. ഇന്ന് ബാബ്ദാദ കുട്ടികളുടെ കാര്യങ്ങൾ വളരെയധികം കേട്ടു. ബാബ്ദാദയെ ചിരിപ്പിക്കുകയും ചെയ്യുന്നു. പറയുന്നു, ട്രാഫിക് കൺട്രോൾ 3 മിനിറ്റ് നടക്കുന്നില്ല. ശരീരത്തിൻ്റെ കൺട്രോൾ ഉണ്ടാകുന്നു, നിൽക്കുന്നു. പേര് മനസ്സിൻ്റെ കൺട്രോളിൽ ഉള്ളത് എന്നാണ്. പക്ഷേ മനസ്സിൻ്റെ കൺട്രോൾ ചിലപ്പോൾ ഉണ്ടാകുന്നു, ചിലപ്പോൾ ഉണ്ടാകുന്നില്ല. കാരണം എന്താണ്? കൺട്രോളിംഗ് പവറിൻ്റെ കുറവ്. ഇതിനെ ഇനിയും വർദ്ധിപ്പിക്കണം. ഓർഡർ ചെയ്യൂ. ഇതുപോലെ കൈകൾ മുകളിലേക്ക് ഉയർത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഉയർത്തുന്നുണ്ട്. ക്രാക്ക്, അതായത് പൊട്ടലില്ലെങ്കിൽ ഉയർത്തുന്നുണ്ടല്ലോ. അതേപോലെ മനസ്സാകുന്ന സൂക്ഷ്മശക്തി കൺട്രോളിൽ വരണം, കൊണ്ടുവരിക തന്നെ വേണം. സ്റ്റോപ്പ് എന്ന് ഓർഡർ ചെയ്യുമ്പോൾ സ്റ്റോപ്പ് ആകണം. സേവനത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സേവനത്തിൽ മുഴുകണം. പരംധാമത്തിലേക്ക് പോകൂ എന്ന് ചിന്തിക്കുമ്പോൾ പരംധാമത്തിലേക്ക് പോകണം. സൂക്ഷ്മവദനത്തിലേക്ക് പോകൂ എന്നാകുമ്പോൾ സെക്കൻഡിൽ പോകണം. എന്ത് ചിന്തിച്ചുവോ അത് ഓർഡർ അനുസരിച്ച് ഉണ്ടാകണം. ഇപ്പോൾ ഈ ശക്തിയെ വർദ്ധിപ്പിക്കൂ. ചെറിയ ചെറിയ സംസ്കാരങ്ങളിലും യുദ്ധത്തിലും സമയം പാഴാക്കാതിരിക്കൂ. ഇന്ന് ഇന്ന സംസ്കാരത്തെ ഓടിച്ചു, നാളെ അതിനെ ഓടിച്ചു എന്നെല്ലാം. കൺട്രോളിംഗ് പവർ ധാരണ ചെയ്യൂ. അപ്പോൾ പ്രത്യേകം സംസ്കാരങ്ങൾക്ക് വേണ്ടി സമയം വിനിയോഗിക്കേണ്ടി വരില്ല. ചിന്തിക്കരുത്, ചെയ്യരുത്, പറയരുത്. സ്റ്റോപ്പ്. അപ്പോൾ സ്റ്റോപ്പ് ആകണം. ഇതാണ് കർമാതീത അവസ്ഥയിൽ എത്തിച്ചേരുന്നതിനുള്ള വിധി. അപ്പോൾ കർമാതീതം ആകണമല്ലോ. ബാബ്ദാദയും പറയുന്നു, താങ്കൾക്ക് തന്നെയാണ് ആകേണ്ടത്. മറ്റാരും വരില്ല, താങ്കൾ തന്നെയാണ്. താങ്കളെ തന്നെയാണ് കൂടെ കൊണ്ടുപോകുന്നത്. എന്നാൽ കർമാതീതമായവരെയാണല്ലോ കൂടെ കൊണ്ടുപോകുന്നത്. കൂടെ പോകുമോ അതോ പിന്നാലെ വരുമോ? മുന്നിലുള്ളവർ പറഞ്ഞു കൂടെ വരും. ഇത് വളരെ നല്ലതാണ് പറഞ്ഞത്. കൂടെ വരുമോ? കണക്കുകൾ തീർക്കുമോ? ഇതിൽ ഹാഞ്ചി എന്ന് പറഞ്ഞില്ല. കർമാതീതമായി കൂടെ വരുമല്ലോ. കൂടെ വരിക എന്നാൽ കൂട്ടുകാരായി നടക്കുക എന്നർത്ഥം. നല്ല ജോഡിയെ വേണമോ അതോ നീളം കൂടിയതിനെയോ കുറഞ്ഞതിനെയോ വേണമോ? സമാനമാണല്ലോ വേണ്ടത്. അപ്പോൾ കർമാതീതം ആവുക തന്നെ വേണം. അപ്പോൾ എന്തു ചെയ്യും? ഇപ്പോൾ തൻ്റെ രാജ്യത്തെ നല്ല രീതിയിൽ സംരക്ഷിക്കൂ. ദിവസവും തൻ്റെ ദർബാർ വിളിച്ചുകൂട്ടൂ. രാജ്യ അധികാരി ആണല്ലോ. അപ്പോൾ തൻ്റെ ദർബാർ വിളിച്ചുകൂട്ടൂ. കർമ്മചാരികളോട് വിശേഷങ്ങൾ ചോദിക്കൂ. ചെക്ക് ചെയ്യൂ, ഓർഡർ അനുസരിച്ചാണോ? ബ്രഹ്മബാബ ദിവസവും ദർബാർ വിളിച്ചുകൂട്ടി. കോപ്പി ഉണ്ടല്ലോ. ഇവർക്ക് പറഞ്ഞു കൊടുക്കുകയും കാണിച്ചു കൊടുക്കുകയും വേണം. ബ്രഹ്മബാബയും പ്രയത്നിച്ചു. ദിവസവും ദർബാർ വിളിച്ചുകൂട്ടി. അപ്പോൾ കർമാതീതമായി. ഇപ്പോൾ എത്ര സമയം വേണം? അതോ എവർ റെഡിയാണോ? ഈ അവസ്ഥയിലൂടെ സേവനവും ഫാസ്റ്റായി നടക്കും. എന്തുകൊണ്ട്? ഒരേ സമയത്ത് മനസ്സാ ശക്തിശാലിയായിരിക്കും, വാച ശക്തിശാലിയായിരിക്കും. സംബന്ധ സമ്പർക്കത്തിൽ പെരുമാറ്റ രീതികളും മുഖവും ശക്തിശാലിയായിരിക്കും.
ഒരേ സമയത്ത് 3 സേവനവും വളരെ ഫാസ്റ്റായ റിസൾട്ട് കൊണ്ടുവരും. ഇങ്ങനെ വിചാരിക്കരുത്, ഈ സാധനയിൽ സേവനം കുറഞ്ഞു പോകും എന്ന്. ഇല്ല, സഫലത സഹജമായി അനുഭവപ്പെടും. പിന്നെ എല്ലാവരും ഏതെല്ലാം സേവനത്തിന് നിമിത്തമാണോ അഥവാ സംഘടിത രൂപത്തിൽ ഇങ്ങനെയുള്ള സ്റ്റേജ് ഉണ്ടാക്കുകയാണെങ്കിൽ പ്രയത്നം കുറവും സഫലത കൂടുതലുമായിരിക്കും. അപ്പോൾ വിശേഷ അറ്റൻഷൻ നൽകി കൺട്രോളിംഗ് പവർ വർദ്ധിപ്പിക്കൂ. സങ്കല്പവും സമയവും സംസ്കാരവും എല്ലാം കൺട്രോളിലാകണം. വളരെയധികം തവണ ബാബ്ദാദ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഏവരും രാജാക്കന്മാരാണ്. എപ്പോൾ ആഗ്രഹിക്കുന്നോ, എങ്ങനെ ആഗ്രഹിക്കുന്നോ, എവിടെ ആഗ്രഹിക്കുന്നോ, എത്ര സമയം ആഗ്രഹിക്കുന്നോ, അതേപോലെ മനസ്സും ബുദ്ധിയും ലോ ആൻഡ് ഓർഡറിൽ ആയിരിക്കണം. ചെയ്യാൻ പാടില്ല എന്ന് താങ്കൾ പറയുകയും എന്നിട്ടും നടന്നുകൊണ്ടിരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയും ആണെങ്കിൽ ഇത് ലോ ആൻഡ് ഓർഡർ അല്ല. അപ്പോൾ സ്വരാജ്യ അധികാരി തൻ്റെ രാജ്യത്തെ സദാ പ്രത്യക്ഷ സ്വരൂപത്തിൽ കൊണ്ടുവരണമല്ലോ. ലോയുമുണ്ട്, പക്ഷേ ബാബ്ദാദ പറഞ്ഞിട്ടുണ്ടല്ലോ, സദാ എന്ന വാക്ക് ആഡ് ചെയ്യൂ. ബാബ്ദാദ ഇനി ലാസ്റ്റിൽ വരും. ഇനി ഒരു ടേൺ ഉണ്ട്. ഒരു ടേണിൽ റിസൾട്ട് ചോദിക്കും. 15 ദിവസം ഉണ്ടല്ലോ. അപ്പോൾ 15 ദിവസത്തിൽ എന്തെങ്കിലുമൊക്കെ കാണിക്കുമോ അതോ ഇല്ലയോ? ടീച്ചേഴ്സ് പറയൂ, 15 ദിവസത്തിൽ റിസൾട്ട് ഉണ്ടാകുമോ? ശരി, മധുബനിലുള്ളവർ 15 ദിവസത്തിൽ റിസൾട്ട് കാണിക്കുമോ? ഇപ്പോൾ അതെ എന്നോ ഇല്ലെന്നോ പറയൂ. ഇപ്പോൾ കൈ ഉയർത്തൂ. എല്ലാവരും കൈ ഉയർത്തി. തൻ്റെ കൈയുടെ മാനം കാക്കണം. ആരാണോ ശ്രമിക്കും എന്ന് മനസ്സിലാക്കുന്നത്, ഇങ്ങനെ ശ്രമിക്കുന്നവർ കൈ ഉയർത്തൂ. ജ്ഞാനസരോവരത്തിലും ശാന്തിവനത്തിലുമുള്ളവർ എഴുന്നേൽക്കൂ. ബാബ്ദാദ മധുബനിലെയും ജ്ഞാനസരോവരത്തിലെയും ശാന്തിവനത്തിലെയും മുഖ്യ നിമിത്ത സഹോദരി സഹോദരന്മാരെ മുന്നിൽ വിളിപ്പിച്ചു. ബാബ്ദാദ താങ്കൾ ഏവരുടെയും സാക്ഷാത്കാരം ചെയ്യിക്കുന്നതിനായി വിളിച്ചിരിക്കുകയാണ്. താങ്കളെ കണ്ട് എല്ലാവരും സന്തോഷിക്കുന്നു. ഇപ്പോൾ ബാബ്ദാദ ആഗ്രഹിക്കുന്നത് എന്താണ് അത് പറയുകയാണ്. പാണ്ഡവ ഭവനായാലും ശാന്തിവനായാലും ജ്ഞാനസരോവരമായാലും ഹോസ്പിറ്റലായാലും 4 ധാമം ഉണ്ടല്ലോ. 5ാമത്തേത് ചെറുതാണ്. ബാബ്ദാദയുടെ ഒരു ആശയാണ് 4ലും വെച്ച് ബാബ്ദാദ 3 മാസത്തേക്കായി 4 ധാമത്തിലും അഖണ്ഡവും നിർവിഘ്നവും ഇളകാത്തതും സ്വരാജ്യാധികാരിയുമായ രാജാക്കന്മാരുടെ റിസൾട്ട് കാണുവാൻ ആഗ്രഹിക്കുന്നു. 3 മാസത്തേക്ക് ഇവിടെയും അവിടെയും നിന്ന് യാതൊരു കാര്യങ്ങളും കേൾക്കപ്പെടരുത്. എല്ലാവരും സ്വരാജ്യ അധികാരി നമ്പർ 1 ആകണം. 3 മാസത്തേക്ക് ഇങ്ങനെയുള്ള റിസൾട്ട് സാധ്യമാണോ? നിർവയർ ഭായിയോട്, പാണ്ഡവരുടെ ഭാഗത്തു നിന്നും താങ്കളാണ്, സാധ്യമാണോ? ദാദി ഏതായാലുമുണ്ട്, എന്നാൽ കൂടെ ആരെല്ലാമാണോ ഈ മുന്നിലിരിക്കുന്നത് എല്ലാവരുമുണ്ട്, സാധ്യമാണോ? ദാദി പറയുന്നു, സാധ്യമാണ്. പാണ്ഡവ ഭവനിലുള്ള ആരെല്ലാം ഇരിക്കുന്നുവോ അവർ കൈ ഉയർത്തൂ. സാധ്യമാണോ? ശരി, അഥവാ ആരെങ്കിലും ദുർബലമാണെന്നിരിക്കട്ടെ, അവർക്ക് എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ പിന്നെ താങ്കൾ എന്തു ചെയ്യും? ഒപ്പമുള്ളവർക്കും കൂട്ടു നൽകി റിസൾട്ട് ഉണ്ടാക്കും എന്നാണോ താങ്കൾ മനസ്സിലാക്കുന്നത്? ഇത്രയും ധൈര്യം വയ്ക്കുന്നുണ്ടോ? സാധ്യമാണോ? അതോ കേവലം തൻ്റെ കാര്യത്തിലാണോ ധൈര്യമുള്ളത്? മറ്റുള്ളവരുടെ കാര്യത്തെയും ഉൾക്കൊള്ളാൻ സാധിക്കുമോ? അവരുടെ തെറ്റിനെ ഉൾക്കൊള്ളാൻ സാധിക്കുമോ? വായുമണ്ഡലത്തിൽ വ്യാപിപ്പിക്കരുത്, ഉൾക്കൊള്ളൂ. ഇത്രയും ചെയ്യുവാൻ സാധിക്കുമോ? ഹാഞ്ചി എന്ന് ഉച്ചത്തിൽ പറയൂ. ആശംസകൾ. 3 മാസത്തിനു ശേഷം റിപ്പോർട്ട് നോക്കും. ഒരു സ്ഥാനത്ത് നിന്നും ഒരു റിപ്പോർട്ടും വരരുത്. അന്യോന്യം വൈബ്രേഷൻ നൽകി ഉൾക്കൊള്ളണം. സ്നേഹത്തോടെ വൈബ്രേഷൻ നൽകണം. വഴക്കുണ്ടാകരുത്. ഇതേപോലെ തന്നെ ഡബിൾ വിദേശികളും റിസൾട്ട് നൽകുമല്ലോ. എല്ലാവർക്കും ആകണമല്ലോ. തൻ്റെ സെൻറ്ററിൽ സഹചാരികളോടൊപ്പം 3 മാസത്തെ റിസൾട്ട് ഉണ്ടാക്കും എന്ന് ഡബിൾ വിദേശികളിൽ ആരാണോ മനസ്സിലാക്കുന്നത്
അവർ കൈ ഉയർത്തു. ശ്രമിക്കാം, പറയാൻ സാധിക്കില്ല എന്നാരാണോ വിചാരിക്കുന്നത്, അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈ ഉയർത്തു. സ്വച്ഛമായ മനസ്സാണ്. സ്വച്ഛമായ മനസ്സുള്ളവർക്ക് സഹായം ലഭിക്കുന്നു. ശരി, പിന്നെ ബാബ്ദാദ എല്ലാ സോണിലെയും സഹോദരി സഹോദരന്മാരെ കൊണ്ടും കൈ ഉയർത്തിക്കുകയും തൻ്റെ സ്ഥാനത്ത് എഴുന്നേൽപ്പിക്കുകയും ചെയ്തു. ആദ്യം മഹാരാഷ്ട്ര, ഡൽഹി, കർണാടകയിലെ സഹോദരി സഹോദരന്മാരെ എഴുന്നേൽപ്പിച്ചു, വാഗ്ദാനം ചെയ്യിച്ചു. പിന്നെ യുപിയിലുള്ളവർക്ക് സേവനത്തിൻ്റെ ആശംസകൾ നൽകി. ശരി, 4 ഭാഗത്തുമുള്ള സർവ സ്വരാജ്യ അധികാരി ആത്മാക്കൾക്ക്, സദാ അഖണ്ഡ രാജ്യത്തിന് പാത്രമായ ആത്മാക്കൾക്ക്, സദാ ബാബയ്ക്ക് സമാനം കർമാതീത സ്ഥിതിയിൽ എത്തിച്ചേരുന്നവർക്ക്, ബാബയെ ഫോളോ ചെയ്യുന്ന തീവ്ര പുരുഷാർത്ഥി ആത്മാക്കൾക്ക്, സദാ അന്യോന്യം ശുഭഭാവനയുടെയും ശുഭകാമനയുടെയും സഹയോഗം നൽകുന്ന ശുഭചിന്തകരായ കുട്ടികൾക്ക് സ്നേഹസ്മരണകൾ. നമസ്തേ. വരദാനം: വിഘ്നകാരിയായ ആത്മാവിനെ ശിക്ഷകനായി മനസ്സിലാക്കി അവരിൽ നിന്നും പാഠം പഠിക്കുന്ന അനുഭവി മൂർത്തിയായി ഭവിക്കട്ടെ. ഏത് ആത്മാക്കൾ വിഘ്നമിടുന്നതിന് നിമിത്തമാകുന്നോ അവരെ വിഘ്നകാരിയായ ആത്മാവായി കാണാതിരിക്കൂ. അവരെ സദാ പാഠം പഠിപ്പിക്കുന്നവരും മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് നിമിത്തമാകുന്ന ആത്മാവുമായി മനസ്സിലാക്കൂ. അനുഭവിയാക്കുന്ന ശിക്ഷകനായി മനസ്സിലാക്കൂ. നിന്ന ചെയ്യുന്നവരും മിത്രമാണ് എന്ന് പറയുന്നു എന്നിരിക്കെ, വിഘ്നങ്ങളെ മറികടത്തി അനുഭവിയാക്കുന്നവർ ശിക്ഷകരായി. അതിനാൽ വിഘ്നകാരി ആത്മാവിനെ ആ ദൃഷ്ടിയിൽ നോക്കുന്നതിന് പകരം സദാകാലത്തേക്ക് വിഘ്നങ്ങളിൽ നിന്നും മറികടത്തുന്നതിന് നിമിത്തവും അചഞ്ചലമാക്കുന്നതിന് നിമിത്തവുമായി മനസ്സിലാക്കൂ. ഇതിലൂടെ മറ്റ് അനുഭവങ്ങളുടെ അതോറിറ്റി വർദ്ധിച്ചുകൊണ്ടിരിക്കും. സ്ലോഗൻ: കംപ്ലൈൻറ്റിൻ്റെ ഫയൽ സമാപ്തമാക്കി ഫൈനും റിഫൈനും ആകൂ. ഓം ശാന്തി. മനസ്സിൻ്റെ ഏകാഗ്രതയുടെ ശക്തിയിലൂടെ ഞാൻ ഈ ശബ്ദത്തിൻ്റെ ലോകത്തിൽ നിന്നും ഉപരി ആവുകയാണ്. അതിസൂക്ഷ്മ ജ്യോതിർബിന്ദു സ്വരൂപമായ ഞാൻ ആത്മാവ് ഒരു സെക്കൻഡിൽ ശബ്ദത്തിനുപരിയായ എൻ്റെ സ്വീറ്റ് സൈലൻസ് ഹോമിൽ എത്തിച്ചേരുകയാണ്. മധുരമായ നിശബ്ദത നിറഞ്ഞ ദിവ്യമായ ശാന്തത നിറഞ്ഞ ഈ ലോകത്തിൽ ഞാൻ എൻ്റെ അനാദി സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുകയാണ്. എൻ്റെ മാതാവും പിതാവുമായ ശിവപരമാത്മാവിൻ്റെ സമീപത്ത് പരമാത്മാ ഛത്രഛായയിൽ ആ ദിവ്യ പ്രേമത്തിൻ്റെ പരിപാലനയിൽ അതീന്ദ്രിയ സുഖമയ സ്ഥിതിയിൽ ലയിച്ചിരിക്കുകയാണ്.
ഈ ദിവ്യ സ്നേഹത്തിൻ്റെ ഛത്രഛായയിൽ ഞാൻ സർവ വരദാനങ്ങൾ കൊണ്ടും സമ്പന്നമായി സന്തുഷ്ടമണി ആയിരിക്കുന്നു. എന്നിൽ നിന്നും സന്തോഷത്തിൻ്റെ അലകൾ നാനാഭാഗത്തും വ്യാപിക്കുകയാണ്. ശബ്ദത്തിൻ്റെ ലോകത്തിൽ പല പല ചിന്തകളാൽ, പല പല വിഘ്നങ്ങളാൽ പരവശരായ ആത്മാക്കളിൽ ഈ സന്തുഷ്ടതയുടെ അലകൾ എത്തിച്ചേരട്ടെ. പരിപാവനമായ ഈശ്വര സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഈ കിരണങ്ങൾ അവരുടെ ആത്മാവിനെ സ്പർശിച്ച് അവരെയും സന്തുഷ്ടമണിയാക്കി മാറ്റട്ടെ. അവരിലെ ചിന്തകൾ അകന്നു പോകട്ടെ. പരമാത്മാ സ്നേഹസ്പർശം അവരിലും ഈശ്വരീയ സ്നേഹത്തിൻ്റെ ദിവ്യ അനുഭവം വരുത്തട്ടെ.